ഒരു സംശയം ചോദിച്ചോട്ടെ. +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾക്കുള്ളൊരു സംശയമാണ്. ഒരു +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു മെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യണം. പക്ഷേ എന്ത് മെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണയില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? അതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. ഓരോ കോഴ്സിലും ഇപ്പോൾ BSc MIT MLT പെർഫ്യൂഷൻ ഒരുപാടുണ്ട്. ഇപ്പോൾ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം അതിൽ GNM ഉണ്ട്, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഉണ്ട്. ഒരുപാട് നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ചൂസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഇത് നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ്, അതായത് ഈ എന്ത് ജോലിയാണ് അവർക്ക് ചെയ്യേണ്ടി വരിക ആഫ്റ്റർ ഓൾ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ന് മനസ്സിലാക്കി കൊടുത്താൽ കൃത്യമായിട്ടൊരു കരിയർ ഗൈഡൻസ് അവർക്ക് കൊടുത്താൽ. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എനിക്ക് ജോലി ചെയ്യേണ്ടി വരിക, ഇതൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനും അതെ ഇഷ്ടമായിട്ട് അവർക്ക് ഒരു കോഴ്സ് ചൂസ് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കരിയർ ഗൈഡൻസ് കൃത്യമായിട്ടൊരു കോഴ്സ് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം ഇവിടെ എന്താണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടതെന്നുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കോൺടാക്ട് ചെയ്താൽ മതി. അതെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നായിരിക്കും.